മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവൻ റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നു. തളിപ്പറമ്പ് പുളിപ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിയമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവൻ റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നു. തളിപ്പറമ്പ് പുളിപ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്. ഇപ്പോൾ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ വീട്ടുകാരനായ KV പ്രമോദ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KV പ്രമോദ്, ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണോ? ഇപ്പോഴും മണ്ണിടിച്ചിൽ രാത്രി കുറെ കൂടി മണ്ണിടിഞ്ഞ് വീടിന്റെ മുറ്റം പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലേക്ക് ഉള്ളത്. അതുപോലെ തന്നെ റൂമിന്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു, കക്കൂസ് ഇടിഞ്ഞ് തകർന്നിട്ടുള്ളത്. ഇപ്പോൾ നല്ല ഈ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ മണ്ണെടുത്ത ഭാഗത്തെ ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും ഘട്ടം ഘട്ടമായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുവാണ്. വീടിന്റെ മുറ്റം പൂർണ്ണമായിട്ടും ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും, മുറ്റം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുള്ളത്. തീർച്ചയായും ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇപ്പോൾ ഈ വീട്ടുകാരിപ്പോൾ എവിടേക്കാണ് മാറി താമസിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാമോ? ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2 മാസമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 6 മാസം മുന്നേ നമ്മളിത് ഈ മണ്ണിടിച്ചിന്റെ അവർ പറയുന്ന അടിസ്ഥാനത്തിൽ കണ്ണൂർ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും 6 മാസം മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അവർ ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പൊ ഇന്ന് കമ്പനിക്കാർ ഇവിടെ വന്നു. കമ്പനിക്കാർ സംസാരിച്ചിട്ടുണ്ട്. അവരെ അങ്ങോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നിങ്ങളെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ 4 സെന്റ് സ്ഥലങ്ങളും വീണ്ടും നമുക്ക് നഷ്ടമായിട്ടുള്ളത്. സംഭവത്തിൽ പ്രധാനമായിട്ടും അധികാരികൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അധികാരികൾ പറഞ്ഞത് ഇപ്പോ ആദ്യം വീട് മാറി വാടക വീട് താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അടിസ്ഥാനത്തിൽ വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അധികാരികൾ കൃത്യമായിട്ടൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് നിലപാടെന്നും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ വാടക വീട് താമസിക്കുന്നത്. അച്ഛനിപ്പോൾ വൃക്കരോഗി. അച്ഛന് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന രോഗി കൂടിയാണ്. ഈ ഏക വീട് മാത്രമാണോ അവിടെ ഉള്ളത്? അതുപോലെ തന്നെ ഈ വീട്ടുകാരെന്താണ് ഈ സംഭവത്തിൽ പറയുന്നത്? വീട്ടുകാർ സ്വന്തം വീട് കൺമുമ്പിൽ നിന്ന് ഇടിഞ്ഞ് വീടുന്ന അവസ്ഥ ഇപ്പൊ കണ്ടുപിടിക്കുന്ന ഭയങ്കര അവസ്ഥയിലുള്ളത്. അവരെ ഏക ആശ്രയം 10-20 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങി വീടെടുത്താണ്. വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം കൂടിയാണ്. ഇപ്പൊ ആകെ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയിലേക്കില്ല. ആരെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇപ്പൊ അറിയാത്ത അവസ്ഥയിലുള്ളത്. ഇപ്പൊ ആരാണ് ഇതിൽ ഉത്തരവാദി? ആരെ ഏറ്റെടുക്കും? ഈ സ്ഥലം ഏറ്റെടുക്കും? ഈ വീട് ആരെ ഏറ്റെടുക്കും? നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ തുടരുന്നത്. അതുവഴി ഇപ്പോൾ ഗതാഗതം എങ്ങനെയാണ്? നിരോധിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാമോ? ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ഇപ്പൊ പുളിമറം ഭാഗത്തേക്കൂടെ വാഹനങ്ങളൊന്നും ഇവിടെ കടത്തിവിടുന്നില്ല. ആ റോഡും പുളിമറ റോഡും അപകടാവസ്ഥയിലുള്ളത്. ഏത് നിമിഷവും ആ റോഡും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കുള്ളത്. ഗതാഗതം പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വീടിന് മുമ്പിലുള്ളത്. ഇപ്പോൾ നമ്മുടെ പുളിമറ അപകടാവസ്ഥ വീടിന് മുമ്പിലുള്ളത്. ഇപ്പോൾ ഈ വീട് നോക്കി കാണാൻ വേണ്ടി പറ്റും.
തീർച്ചയായും ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണ് ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പുളിമ്പറമ്പിലെ ലിസമ്മ സീതറിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നത്. വിനോദ്, ഇപ്പോഴും ശക്തമായ മഴ പ്രദേശത്ത് തുടരുന്നുണ്ടോ? മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഇപ്പോഴും ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഇപ്പോഴും കുറച്ചാലും മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും. ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? വീട്ടില് എന്റെ ഭാര്യയും അച്ഛനും അമ്മയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ അവരെ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു. ശരി വിനോദ്, കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവൻ റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്. പ്രദേശവാസിയായ രോഹിത് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ രോഹിത്, ഇപ്പോഴും മണ്ണിടിച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏക വീട്ടുകാരെ ഇപ്പോൾ മാറി താമസിപ്പിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാമോ? അവിടെ നിലവില് നല്ല രീതിയിൽ മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം ഇന്നലെയായിരുന്നു ഗതാഗതം നിരോധിച്ചത്. അതിനു മുമ്പും മഴ വന്ന സമയത്തും ഗതാഗതം നിരോധിച്ചിരുന്നു, പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഇന്നലെ വീണ്ടും ഗതാഗതം നിരോധിച്ചു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് അതിലെ വിടുന്നത്. പിന്നെ ഇനിയും ഇതേപോലെ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ ഇടിഞ്ഞ് റോഡ് കംപ്ലീറ്റ്ലി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരെ അഭിപ്രായം. മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായും മൊത്തം ഇടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ മണ്ണ് പോയിട്ടുണ്ട്. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ രൂക്ഷമായി തുടരുന്നത്. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അധികാരികൾ എന്താണ് ഈ സംഭവത്തിൽ വ്യക്തമാക്കുന്നത്? ഇപ്പോ നിലവില് ഇന്നലെയാണ് വീണ്ടും റോഡ് അടച്ച് 2 വീലർ മാത്രം വിട്ട് വലിയ വാഹനങ്ങളൊന്നും വിടുന്നില്ല. അതിപ്പം ബസ് റൂട്ടാണ്, ബസ്സും ലോറിയും ഒക്കെ പോകുന്ന റൂട്ടാണ്. ഇന്നലത്തെ കനത്ത മഴയിലാണ് വീണ്ടും റോഡ് അടക്കുകയും മണ്ണിടിയാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും റോഡ് അടക്കുകയും ചെയ്തു. 3-4 ദിവസം മുമ്പുള്ള അവസ്ഥയല്ല നിലവിൽ ഇപ്പോൾ. ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വീട് നിങ്ങൾക്ക് വേറെയും ഒരു വീടും കൂടിയുണ്ട്. അവിടെ അവരെ താമസ നിലവില് മാറ്റി വേറെ വാടക വീട്ടിലാണുള്ളത്. അതിന്റെ അടിഭാഗമൊക്കെ പോയി. അവിടെ ഉണ്ടായ 2 തെങ്ങ് ഇന്ന് നോക്കുമ്പോൾ ഒരു തെങ്ങ് പൊരിഞ്ഞു വീണിട്ടുണ്ട്. അടുത്തത് ഏകദേശം പൊരിയാനുള്ള അവസ്ഥയിലായിട്ടുണ്ട്. മിക്കവാറും ആ വീടിടിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടിത്തട്ടുന്നാണ് മണ്ണ്, അടിയിൽ നിന്നാണ് മണ്ണ് പോകുന്നത്. ഒരു നല്ല രീതിയിൽ അടിഭാഗത്തുനിന്ന് മണ്ണ് നല്ല രീതിയിൽ ഒലിച്ചു പോകുന്നുണ്ട്. അവര് താൽക്കാലികമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, ഇന്നലെ വീണ്ടും നല്ല രീതിയിൽ മണ്ണിടിഞ്ഞു. രാത്രി അവിടെ ഞാൻ ഇന്നലെ പോയ സമയത്ത് 1-2 പേര് എന്നോട് പറയുകയും ചെയ്തു നല്ല രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണ് മഴയെങ്കിൽ ഇനിയും തീർച്ചയായും ഇടിയാനുള്ള താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു പോഴം വഴി പിടിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. താൽക്കാലികമായിട്ട് പോരാ, എന്നാലും നിലവിൽ ആ റോഡ് അടച്ചിട്ടാലിൽ എല്ലാ ബുദ്ധിമുട്ടുന്ന പുളിമ്പറമ്പ്, പട്ടും, വെള്ളിക്കയില്, പറപ്പൂൽ എല്ലാ ഭാഗത്ത് പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. വേറെ റൂട്ടുണ്ട്, എന്നാലും അത് ചുറ്റിത്തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ റോഡ് അടച്ചാല് നാട്ടുകാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാറ്റിയിട്ടുണ്ടോ? എവിടേക്കാണ് താമസം മാറ്റിയത്? ഒരു വാടക വീട്ടിലേക്കാണ് താമസം മാറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് അവര് മണ്ണിടിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഒരു എവിടത്തേക്കാണ് മാറ്റിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇനി ആ ഭാഗം കൂടി NH അവര് ഏറ്റെടുക്കാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത്, കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നത്. ഇപ്പോൾ അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ വീട്ടുകാരനായ KV പ്രമോദ് വീണ്ടും കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ KV പ്രമോദ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രദേശത്ത് നല്ല മഴ, കനത്ത മഴ തുടരുകയാണ്. മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പൊ 2 മാസത്തോളമായി വാടക വീട്ടിലേക്കാണ് താമസം മാറിയിരിക്കുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യുന്ന രോഗിയായ അച്ഛൻ വാടക വീട്ടിലേക്ക് താമസിക്കുന്നത്. 6 മാസം മുന്നേ പരാതി പല സ്ഥലത്തും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കണ്ണൂർ കളക്ടറെ കൊടുത്തു, ഇപ്പോൾ MLA കൊടുത്തു, തഹസിൽദാർ കൊടുത്തു, എല്ലാ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവസാനമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൊടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ കുറച്ചും കൂടി അധികാരികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഏതായാലും കമ്പനിക്കാർ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ നഷ്ടം ഏത് രീതിയിൽ നികത്തും എന്നുള്ളതാണ് ഇപ്പോൾ അവരിപ്പോൾ ചോദിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷം മുമ്പേ നമുക്ക് ഈ സെന്റിന് 5 ലക്ഷം രൂപയോളം അന്നേരം കിട്ടിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും 4 സെന്റ് സ്ഥലം വീട് നമ്മൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ 6 തെങ്ങ്, നല്ല കായ്ഫലമുള്ള 6 തെങ്ങും 2 മാവും പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വീണ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഏത് നിമിഷവും നമ്മൾ വീട് കൂടി ഇടിയും എന്നുള്ള അവസ്ഥയിലുള്ളത്. എന്റെ തറഭാഗം പൂർണ്ണമായിട്ടും അടിഭാഗം ഇളകി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും സംഭവത്തിൽ ഒരു പരിഹാരമായിട്ട് അധികാരികൾ എന്താണ് പറയുന്നത്, അത് സംബന്ധിച്ച് അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് പോലും? അധികാരിമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ വന്ന് നോക്കി കണ്ട റിപ്പോർട്ടുകളൊക്കെ കമ്പനി ഉടമകള് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഏത് രീതിയിൽ നഷ്ടം നികത്താം എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഇവർ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളെ 10 സ്ഥലം വീടും ആ പൂർണ്ണമായിട്ടും പോകുന്ന അവസ്ഥയിലേക്ക് അത് എങ്ങനെയെങ്കിലും ഏറ്റെടുക്കണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. തീർച്ചയായിട്ടും വിനോദ്, സുരക്ഷിതമായി നിന്നുകൊണ്ട് പ്രേക്ഷകർക്ക് ആ വീടിന്റെ അപകടാവസ്ഥയൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാമോ? ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ആ വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരനായിട്ടുള്ള വിനോദാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നത്. തീർത്തും അപകട ഭീഷണി നേരിടുകയാണ് ആ വീട്. ഈ വീട്ടിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ മാറി താമസിക്കുവാൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡരികിലാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണിപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്നത്. വീട്ടുകാരനായ KV വിനോദ് തുടരുക. ഇപ്പോൾ ഈ വാർഡിന്റെ കൗൺസിലറും തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാനുമായ കല്ലിങ്കൽ പത്മനാഭൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കേരള വിഷൻ ന്യൂസിനൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പത്മനാഭൻ, വളരെ ദാരുണമായ സംഭവം തന്നെയാണ്.
ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അപകട ഭീഷണിയായ ഒരു കുടുംബവും അവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇത് ഒരു കുടുംബം മാത്രമല്ല, ആ ഒരു കുടുംബത്തിന് ഇവർ താൽക്കാലികമായി 10,000 രൂപ മാസ വാടക നിശ്ചയിച്ചുകൊണ്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അതിന് പരിസരത്തുള്ള 2-3 കുടുംബങ്ങൾ തീർത്തും ഭീഷണിയിലാണ്. അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പാണ് ഈ റോഡിന്റെ പേരിൽ നാട്ടിൽ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നതാണെങ്കിൽ ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഈ മാന്തംകുണ്ട് പ്രദേശത്ത് ഈ മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ളത്. അശാസ്ത്രീയം എന്ന് പറയാണ്. ഒരു നാടിന്റെ വികസനം ഒത്തിരി ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉള്ളത് എന്നുള്ളത് തീർത്തും ശരിയല്ല. അപകട ഭീഷണിയിലാണ് ആ വീടുള്ളത്. ശ്രീധരന്റെ വീട് വളരെ ദാരുണമായ സംഭവം തന്നെയാണ്. ശ്രീധരന്റെ വീട്ടിൽ താമസമില്ല. അവരുടെ 10 സെന്റ് സ്ഥലം വരും. ഞാൻ ഇവര് സംസാരിച്ചതിന്റെ എഞ്ചിനീയേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ 8 ലക്ഷം രൂപ അതിന് പാരിതോഷികം തരാമെന്നാണ്. നമ്മൾ 8 ലക്ഷം രൂപക്ക് അത്തരം ഒരു വീട് പോലും എടുക്കാൻ കഴിയില്ല. അത്രയും മോശമായ രീതിയിലാണ് ഈ അധികാരികളുടെ സമീപനം ജനങ്ങളോടുള്ള. തീർച്ചയായും ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ തുടരുന്നത്. കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. എന്തായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക? അതാണ് നമുക്ക് മനസ്സിലാവാത്ത. ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. പട്ടുവം അതുപോലെ തന്നെ അരിയില് മുറിയാത്തോട് തോന്നുന്ന പ്രദേശങ്ങളിലേക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണ് ഇത് അപ്പുറം കാണുന്നത്. ആ റോഡാണ് ഇപ്പം പൂർണ്ണമായ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇതിന്റെ പൂർണ്ണമായ കാരണം. റോഡിന് മണ്ണെടുക്കുമ്പോൾ അവർക്ക് ഒരു മണ്ണ് മാഫിയാണ് ഇതിന്റെ പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരുവിധ സെക്യൂരിറ്റിയും കാണിക്കാതെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഒരു നടപടിക്രമത്തിന് അതിശക്തമായ വില കൊടുക്കേണ്ടത് സർക്കാർ ഇതിനകത്ത് കണ്ണുറക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. മണ്ണിടിച്ചിൽ തുടരുകയാണ്. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ വീട് അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ മുന്നിൽ കാണുന്നുണ്ട്. അതെ, അവരവിടുന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് താൽക്കാലികമായി ജീവൻ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ പത്മനാഭൻ. വാർഡിന്റെ കൗൺസിലറും തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാനുമായ കല്ലിങ്കൽ പത്മനാഭനാണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ വീട്ടുകാരനായ വിനോദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നാണ് കൗൺസിലറും തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാനുമായ പത്മനാഭൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പ്രമോദ്, കേൾക്കാമോ? പ്രമോദ് പേര്. കേൾക്കാം. ഇപ്പോൾ പൂർണ്ണമായും വീട്ടിലുള്ളവർ വാടക വീട്ടിലേക്ക് മാറി താമസിച്ചോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പൂർണ്ണമായും വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും മാറ്റി വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു. ഇപ്പം അധികാരികളൊക്കെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? പ്രധാനമായിട്ടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് അധികാരികൾ നൽകുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ അധികാരികളും ഇവിടെ എത്തി സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ആരും കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം ഇപ്പൊ ജില്ലാ കളക്ടർക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. അതുപോലെ ഡെപ്യൂട്ടി കളക്ടർക്ക് പരാതി കൈമാറിയെന്ന് അറിയാൻ വേണ്ടി പറ്റിയത്. ഡെപ്യൂട്ടി കളക്ടർ ലീവാണ്, ഒരാഴ്ച പുതിയ ഡെപ്യൂട്ടി കളക്ടർ ചാർജ് എടുത്തിട്ടാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ഇന്ന് അവിടെ പോയി സംസാരിക്കണം. ഇന്ന് കമ്പനിക്കാർ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം 3 മണിക്ക് കമ്പനിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്രമോദിന്റെ വീട് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റു വീടുകൾ ഉണ്ടോ? മറ്റു 2 വീടുകളുണ്ട്. അപ്പൊ ഇതിലെ കുറച്ചും കൂടി മണ്ണ് ആ ഭാഗത്തേക്ക് കൂടി ഇടിഞ്ഞു വീണിട്ടുണ്ട്. ആ വീട്ടിലുള്ളവരും ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ മാറി താമസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെയാണോ താമസിക്കുന്നത്? വേറെ വീട്ടിൽ മാറി താമസിക്കണം എന്ന് അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. അവർ മാറി താമസിച്ചു എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. പ്രമോദിനോട് എന്നാണ് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞത്? ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത സമയം മുതൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അധികാരികൾ? ആദ്യമായിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇപ്പൊ അവസാനം 2 മാസമായി നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോ 2 മാസത്തെ വാടക അവർ തന്നിട്ടുണ്ട്.
20,000 ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 20,000 മാസം 10,000 വാടക, 20,000 നമ്മുടെ ഡെപ്പോസിറ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം വാടക തന്നിട്ടില്ല, തരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അപകടാവസ്ഥയിലായ ശേഷം പൂർണ്ണമായിട്ട് സാധനങ്ങൾ മാറ്റി കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഉള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയോ? എങ്ങനെയാണ് ഇപ്പോഴും അവിടെ ശക്തമായ മഴ തുടരുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ വീടിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് അവിടെ? ഇപ്പോൾ നല്ല ശക്തമായ മഴ തുടരുന്നുണ്ട്. പൂർണ്ണമായ എല്ലാ സാധനങ്ങളും വീട് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുകയാണ്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീട് ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ അപകട ഭീഷണി അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോഴും പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. വീട്ടുകാരനായ KV പ്രമോദാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. ദൃശ്യങ്ങൾ നൽകുന്നതും പ്രമോദ് തന്നെയാണ്. പ്രമോദ്, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉള്ളത്? ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. പ്രദേശത്തെ ദൃശ്യങ്ങളാണ് പ്രമോദ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവൻ റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നത്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടാണിപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അപകട ഭീഷണിയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. കുടുംബം ഇപ്പോൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. അതിന് വലിയൊരു ആശങ്കയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബമാണത്, നാടാണ്. സ്വാഭാവികമായും ഈ തളിപ്പറമ്പ് പട്ടുവം റോഡിലെ മണ്ണിടിച്ചൽ സംബന്ധിച്ച് ദേശീയപാതയ്ക്കായി നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവിടെ വലിയ ഒരു കുന്ന് ഇടിച്ചൊക്കെയാണ് അവിടെ ദേശീയപാത നിർമ്മാണം നടത്തിയത്. ആകെ ആ റോഡ് മാത്രമാണ് അവശേഷിപ്പിച്ചത്. അതിന്റെ 2 വശങ്ങളാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും ആദ്യം ഇന്നലെ നമ്മളാണ് കേരള വിഷൻ ന്യൂസ് ചർച്ച ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ വലിയ ആശങ്ക കൂടി കണക്കിലെടുത്താണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രമോദ് താമസിക്കുന്ന വീട്, പ്രമോദിന്റെ വീട് ലിസമ്മ ശ്രീധരന്റെ പേരിലുള്ള വീട്, ഉടമസ്ഥയിലുള്ള വീട്. അവിടെ ലിസമ്മ ശ്രീധരനുണ്ട്, ഭർത്താവ് ശ്രീധരനുണ്ട്, മകൾ റിജി പ്രമോദിന്റെ ഭാര്യയാണ്. ഒപ്പം തന്നെ പ്രമോദും ഒക്കെയാണ് അവിടെ താമസിക്കുന്നത്. അവരെ സംബന്ധിച്ച് ആ വീട് എന്ന് പറയുന്നത് ദേശീയപാത അധികൃതർ ഏറ്റെടുത്തതുമില്ല. എന്നാൽ ആ വീട് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ അതിന്റെ ചുറ്റും ഒക്കെ കുന്നിടിച്ച് അത് ഇപ്പോൾ വലിയൊരു മൺതിട്ടയ്ക്ക് മുകളിൽ ആ വീട് മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ആ വീട് ഏത് നിമിഷവും, ഈ മണ്ണിടിച്ചിൽ തുടരുന്നതോടെ ഏത് നിമിഷവും നിലമ്പത്താവുന്ന ഒരു സാഹചര്യമാണ്. ആ വീട്ടുകാർക്ക് കൃത്യമായൊരു നഷ്ടപരിഹാരം നൽകുമോ ഇല്ലയോ എന്ന് പോലും അധികൃതർ വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല, അവർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വാടക വീട്ടിലാണ് മാറി താമസിക്കുന്നത്. അവർക്കുള്ള വാടക കഴിഞ്ഞ മാസം വരെ ദേശീയപാത അധികൃതർ നൽകിയിരുന്നു. പക്ഷേ എത്ര കാലം ഇങ്ങനെ വാടക നൽകി അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ അവർ കഴിയും? കൃത്യമായൊരു നഷ്ടപരിഹാരം, ഒരു പുതിയ ഇപ്പോൾ മുൻ വാർഡ് കൗൺസിലറും CPI നേതാവുമായിട്ടുള്ള C ലക്ഷ്മണൻ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ലക്ഷ്മണൻ, ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ തുടരുന്നത്. ആശങ്കയിലായി ഒരു കുടുംബവും അവിടെ വഴിയിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്?
ഇതിപ്പം മഴ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, തഹസിൽദാർ മുതലായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ സാധ്യതയുണ്ട്, അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് തഹസിൽദാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പല ആളുകളും പല വഴിക്കും ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല. എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഇവിടുത്തെ മണ്ണിനെയും ഇവിടുത്തെ മനുഷ്യരെയും പഠിക്കാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഈ പണിയെടുക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും അവർ വന്ന് നോക്കി ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നാടിപ്പോ ഒറ്റപ്പെട്ടിട്ടേയില്ലേ, പട്ടവും ഭാഗത്തിലേക്ക് പോകുന്ന ആളുകളും അതെല്ലാം ഒറ്റപ്പെട്ടിട്ടേയില്ല. അവരിപ്പം 4-5 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം ടൗണിലേക്ക് വരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ആ ഭാഗത്ത് ഒരു വീടുണ്ടായിരുന്നു, ഒരു ഹോമിയോ ഡോക്ടർ വീടുണ്ടായിരുന്നു. ആ വീട് ഫുള്ളായിട്ട് അക്വയർ ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ ഭാഗം തേച്ച് പൊട്ടി കംപ്ലീറ്റ് പോയി. ഇന്നലത്തെ മഴയോട് കൂടിയിട്ട് കംപ്ലീറ്റ് പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ഇതിന്റെ അക്വയർ ചെയ്യാത്ത ഭാഗം പോലും കംപ്ലീറ്റ് പൊട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ആഴത്തിലാണ് എടുക്കുന്നത്. അത്രയും ചെരിവില്ലാതെ കണ്ട് കുത്തനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെരിവ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ് പൊട്ടി ഇതായിക്കൊണ്ടിരിക്കും. കുറേ നാടുകൾ 20ഓളം ചെറിയ നാടുകൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായ്മയായത്. നാട്ടുകാർ ജനങ്ങളെയും സ്വത്തിനും ഒരു വില കൽപ്പിക്കാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഭരിക്കുന്നവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ ഈ ഉദ്യോഗസ്ഥന്മാരാ. അവരെപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോലും വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നാട് ഒറ്റപ്പെടില്ല. അങ്ങനെ ഇടിയുള്ളത്. മാത്രമല്ല മാന്തംകുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശം, ആ ഭാഗത്ത് ചളി വല്ലതും വന്ന് മാന്തംകുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് ചെറിയ റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ പലപ്പോഴും ആടെ ചെറിയ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളം തേച്ച് ഒഴുകി ചളി ഒഴുകി വന്ന് ഈ മാന്തംകുണ്ടം പ്രദേശത്താണ് ഇത് ഒഴുകി വരുന്നത്. അതിന് പുറമെ തന്നെ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു മാന്തംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാളയാട് എന്ന് പറയുന്ന സ്ഥലത്ത്. കളിപ്പുറം ടൗണിന് എളുപ്പത്തിലേക്ക് പുളിമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും പട്ടണത്തേക്കും പോകാൻ പറ്റുന്നത്. ഇതേ സമയം തന്നെയാണ് ആ പാലവും പൊളിച്ചിരിക്കുന്നത്. എന്നാൽ ആ പാലം കുറച്ച് മുന്നൂടെ പൊളിക്കാനോ അല്ലെങ്കിൽ അതിന് ഈ കുറച്ച് കഴിഞ്ഞിട്ട് പൊളിക്കാനോ അങ്ങനെ ഒരു സാവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഗതികേട് വരില്ല. PWD വന്നിട്ട് ആ പാലം പൊളിച്ചു എന്നാണ് പറയുന്നത്, മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിക്കാരെ റോഡാണ്, അതിന് PW ആണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ ആ പാലവും പൊളിച്ചു. ഇപ്പുറത്തെ മഞ്ചക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ വഴി എങ്ങനെയായി? അങ്ങനെ മൊത്തം ഈ നാടുകളെല്ലാം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ സമയാസമയങ്ങളിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മെനക്കെട്ടിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ജോലി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതിന്റെ പണി കോൺട്രാക്ടർക്കാർക്ക് സമയാസമയം അതിൻ്റെ ഉള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നടക്കില്ലായിരുന്നു. ഇപ്പൊ നടക്കുന്ന വളരെ നിങ്ങൾ തന്നെ വന്ന് ഇടുന്നു. പലപ്പോഴും ആളുകളെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരിൽ കിട്ടിയാൽ ഇവരെന്തെങ്കിലും വയലന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടുകാർ ഫുള്ളായിട്ട് വയലന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത്രയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. ഓക്കെ. തീർച്ചയായും ശ്രീ ലക്ഷ്മണൻ, ആശങ്ക വർദ്ധിക്കുന്നത് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. യാത്രാ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി, എന്നാലും കുടുംബങ്ങൾ വീടുകൾ അവിടെ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അക്വയർ ചെയ്ത സ്ഥലത്ത് പോലും ഈ ഇതിന്റെ ഇത് അക്വയർ ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് കുറെ വീടുകളില്ലത്. ഇനി ഇത് പൊട്ടി വരുമ്പോൾ അക്വയർ ചെയ്യാത്ത വീട് പോലും പൊട്ടിപ്പോവും. അന്നേരം അവരുടെ സ്വത്തിന് പോലും ഒരു സ്വത്തിനും വീടിനും അവർക്ക് പോലും ഒരു വിലയില്ലാത്ത ഒരു സ്ഥിതിയിലേക്കല്ലേ വരുന്നത്. നിങ്ങൾ വന്ന് നോക്കിയാൽ തിരിയും. വീടുന്ന എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ആ ആശങ്കയുണ്ട്. അതും പൊട്ടിപ്പോകുന്നു. അതിന്റെ അപ്പുറമില്ല സ്ഥലങ്ങളൊക്കെ പൊട്ടി പോകുന്നതിൽ ആശങ്കയുണ്ടത്. മാത്രമല്ല ഇതിപ്പോ ഒരു ബൈപ്പാസ് ഉണ്ടാക്കിയിരുന്നു തൊട്ടത്തേക്ക് പോകാൻ വേണ്ടി. ഒരു ബൈപ്പാസ് മുമ്പേ 2.5 കൊല്ലം ആ ബൈപ്പാസ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ബൈപ്പാസിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ പൊട്ടി പോയതുകൊണ്ട് ഇപ്പം ഗതാഗത നിയന്ത്രണം ഏൽപ്പിച്ചത്. ഈ 2.5 കൊല്ലം കാത്തു നിന്നു. ഇപ്പുറത്തെ ഒരു പുതിയ പാലം പട്ടണത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പാലം പണിയാൻ വേണ്ടിയിട്ട് ഇതുവരെ അവർ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയത് അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ മാസമാണ് അവർ അതിന് കാലുണ്ടാക്കിയത്. ഈ ഇതുണ്ടാക്കാനുള്ള കാലുണ്ടാക്കി. അത് ഒരു കൊല്ലം മുമ്പേ തുടങ്ങിയിട്ട് ഒരു 6 മാസം തുടങ്ങിയ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വാഹനങ്ങൾ കടന്നു പോകുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. വീടുകൾ നശിക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. ഇപ്പൊ അതും കൂടെ രണ്ട് ബുദ്ധിമുട്ടായി. ഒന്ന് വാഹനങ്ങൾക്ക് പട്ടവും ഭാഗത്തേക്ക് പോകാനേ പറഞ്ഞത്. 10-25 നാളുകളാണ് ഈ നാട്ടിലെ ആളുകളെ ഇതിലേക്കൂടെ പോകുന്നത്. അതില്ലാണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്താ ഇതിൻ്റെ അകത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല. ഉദ്യോഗസ്ഥന്മാർ വന്ന് ചെയ്യാനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അവർ കുറച്ച് ചാക്ക എന്തെങ്കിലും കൊണ്ടിടും, കുറച്ച് സിമെന്റ് അടിയിട്ടിട്ട് പോയി. ഈ സിമെന്റിന്റെ ഉള്ളിലേക്കൂടെ വീണ്ടും വെള്ളം ഉള്ളിലേക്ക് പോകുമ്പോൾ പൊട്ടിക്കളയുന്നത്. അങ്ങനെ ഒരു പ്രാഥമികമായ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഈ കോൺട്രാക്ടർമാരും
ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പുളിമ്പറമ്പ് നമ്മളെ ഈ മഞ്ചക്കുഴി പുളിമ്പറമ്പിലും അല്ല പട്ടൂർ റോഡിന്റെ ഭാഗങ്ങളിലും കണികുന്ന് ഭാഗങ്ങളിലുള്ള സ്ഥിതി ഇപ്പാ ഇങ്ങനെയാ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി സാർ. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ഇനിയുള്ള ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ശാശ്വത പരിഹാരം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ വല്ല താൽക്കാലിക റോഡങ്ങാറ്റം ഉണ്ടാക്കിക്കൊണ്ട് റോഡിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. മറ്റേതിന് മറ്റൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥലവും കൂടെ അക്വയർ ചെയ്തിട്ട് എടുക്കുക. ഈ വീട് പൊട്ടുന്ന വീടിന്റെ ഭാഗം കൂടെ അക്വയർ ചെയ്തിട്ട് ഗവൺമെന്റ് എടുത്തിട്ട് അത് അവിടെ എന്തെങ്കിലും ചെയ്ത് കൊണ്ട് പിന്നെ പൊട്ടാതിരിക്കാനുള്ള നടപടി ഉണ്ടാവുമെന്ന് നോക്കുക. ഇതിപ്പോ നിങ്ങളറിയാം ഷാർപ്പായിട്ട് എടുത്തിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ് മിക്കവാറും സ്ഥലം എടുത്തിരിക്കുന്നത്. 90 ഡിഗ്രി എത്തിയാൽ സ്വാഭാവികമായിട്ട് ഏത് പൊട്ടന്മാർക്കും അറിയാം അതിലെ കൂടെ വെള്ളം നിറങ്ങാൻ അത് പൊട്ടുന്നു. നേരെ മറിച്ച് ഒരു 70 ഡിഗ്രി ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു 70 ഡിഗ്രിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചാലിലെ കൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകി പോയി വെള്ളം അവിടെ കുടിക്കൂല. ഈ ഒരു 90 ഡിഗ്രി ആവുന്ന വെച്ചാൽ കറക്റ്റ് വെള്ളം ഉള്ളിലേക്ക് എഴുതി പൊട്ടി. ഇവരെന്തല്ലോ പിന്നെ വീട് കൊണ്ടുവന്നിട്ട് സിമെന്റ് അതിൽ ഇട്ടിട്ടെങ്കിലും സിമെന്റ് ഇട്ട ഭാഗത്ത് വെള്ളം കുടിക്കൂല എന്നല്ലാണ്ട് സിമെന്റ് ഇട്ടാത്ത അപ്പുറത്തെ ഭാഗത്ത് വെള്ളം കുടിക്കൂലേ? ആ വെള്ളം കുടിച്ചപ്പം വെള്ളം താഴേക്ക് പോയി പൊട്ടി. നമ്മുടെ മണ്ണ് അങ്ങനെയില്ല മണ്ണാ. നമ്മുടെ കേരളത്തിന്റെ മണ്ണ് പ്രത്യേകിച്ച് ഈ ഭാഗത്തിലെ മണ്ണെല്ലാം ചേടി കലർന്ന മണ്ണാ. വെള്ളം എടുക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നില്ലേ? അതുപോലെ ഇവിടുന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന. ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇപ്പോൾ ഉള്ളത്. അത് വന്ന് നോക്കിയാൽ ആ ഭീകരാവസ്ഥ ഇപ്പൊ പൊട്ടിയ ഭീകരാവസ്ഥ ഇന്നലെ പൊട്ടി കംപ്ലീറ്റ്. ഈ പട്ടൂർ റോഡിന് ഇന്നലെ പൊട്ടിയത്. പട്ടൂർ റോഡിന് പൊട്ടിയാൽ അന്നേരം ഈ തൊട്ട് താഴെയില്ല ഒരു പ്രദേശമുണ്ട് മാന്തംകുണ്ട് എന്ന് പറഞ്ഞ പ്രദേശം. ഈ മാന്തംകുണ്ട് പ്രദേശത്തിലും ചളിയിലും വെള്ളത്തിലുമായി ആഴിലെ കൂടെയും പോകാൻ പറ്റില്ല. അപ്പൊ ആ ജനങ്ങളും ബുദ്ധിമുട്ടായി കീഴായിട്ട് മാന്തംകുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളും എല്ലാം അതിൻ്റെ അത് വെള്ളത്തിലായത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്നത്. എനിക്കൊന്ന് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഒളിച്ചിരിക്കുവാന്ന്. ആ നാട്ടുകാരുടെ പിന്നെ പേടി കൊണ്ട് എനിക്കൊന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ വരുന്നില്ല. ഇനി അഥവാ വന്നു ജനങ്ങളോട് ചോദിക്കണ്ടേ എന്താ ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴൊന്നും ചോദിക്കൂല. അവരെ കണ്ട് ഒന്നിങ്ങനെ നോക്കി ഒരു ഫോട്ടോ എടുത്തിട്ട് അവരങ്ങ് സ്ഥലം വിട്ടു. മാത്രമല്ല നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് 3 വർഷം മാത്രമേ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റൂ. 3ാമത്തെ വർഷം പോകുന്നതിനിടയ്ക്ക് ഇവരുടെ ഫയൽ അവർ ക്ലിയർ ചെയ്യും. അപ്പൊ അവർ ഇതിലേക്ക് അടുത്ത ഓഫീസിലേക്ക് പോകും. അപ്പൊ ഫയലുകൾ ക്ലിയർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഇപ്പം ഈ നമ്മുടെ റോഡിന് ഇപ്പം നടക്കുന്നു. ഉദ്യോഗസ്ഥന്മാരും നടക്കുന്നില്ലോ. ഈ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഹൈവേ ഉദ്യോഗസ്ഥന്മാർക്ക്. ഇനി PWD ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ വിട്ടുകൊടുത്ത റോഡാണ്, ഒരിക്കലും അത് ഞങ്ങൾക്ക് അതിൽ മെയിൻ്റെനൻസ് ഇല്ല. ഇതിന്റെ ഭാഗമായിട്ട് ഹൈവേയിലുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് PWD ഹൈവേ അതോറിറ്റി, തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഹൈവേ അതോറിറ്റി എന്നല്ലേ യഥാർത്ഥത്തിൽ അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അതെല്ലാം നമ്മൾ വിട്ടുകൊടുത്തതാണ്, അതിന് ചെയ്യേണ്ട എല്ലാ മെയിൻ്റെനൻസും കാറുപാടും എല്ലാം ചെയ്യേണ്ടത് പെന്നിവരാണെന്ന് പറയും. ഇനി നമ്മൾ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റോഡിനെ കുറിച്ച് പറയലെന്താണെന്ന് വെച്ചാൽ അത് ഹൈവേ റോഡുകാർ അവർ വെച്ച് മുനിസിപ്പാലിറ്റിക്ക് പൈസ അടച്ചിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റി റോഡിലെ റിപ്പയർ വർക്ക് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റി ആണെന്ന് പറയും. അപ്പൊ എങ്ങനെ ജനങ്ങളെ എങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇവന്മാരെല്ലാം കൂടി? ജനങ്ങളാ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളെ ഇപ്പൊ ചെയ്യും, അനുമാനിട്ട് ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് വെച്ചാൽ താൽക്കാലികമായി ഓരോ മനുഷ്യന്റെയും മനസ്സിൽ സമാധാനം കൊടുത്തുകൊണ്ട് സമാധാനം ഇല്ലാണ്ടാക്കുക എന്ന് നമ്മൾ ഉദ്യോഗസ്ഥന്മാരിലും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മറ്റു കാര്യങ്ങളിൽ വേറെ ആരും സർക്കാരിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇംപ്ലിമെന്റ് ഓഫീസർമാർ ഉദ്യോഗസ്ഥന്മാരാ, സർക്കാരല്ല ഇംപ്ലിമെന്റ് ഓഫീസർ. സർക്കാർ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ജനങ്ങൾക്ക് നന്മ വിതക്കേണ്ടവർ ഈ ഉദ്യോഗസ്ഥന്മാരാ. അവരിത് ചെയ്യുന്നില്ല. ഇതാണ് ഞങ്ങളെല്ലാം പ്രതിഷേധത്തിന് ഇപ്പോൾ കാരണം. ഇതാണ് നമ്മളെല്ലാം പ്രതിഷേധത്തിന്റെ കാരണം. ഇതെത്ര കാലമായി തുടങ്ങിയിട്ട് 2.5 കൊല്ലമായി നമ്മളിതിലെ കൂടെ ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് 2.5 കൊല്ലത്തിനിടയ്ക്ക് ഇവർക്ക് ഒരു ലെവലിൽ പൊട്ടുന്ന ഭാഗമെങ്കിലും അത്രയും ഉയരത്തിൽ വെച്ചിട്ട് പൊട്ടുന്ന ഭാഗങ്ങളിലെങ്കിലും അവർക്ക് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി ഇതൊരു ഉദ്യോഗസ്ഥന്മാർക്കായിട്ടില്ല. ഓക്കെ, ശരി, നന്ദി. ശ്രീ ലക്ഷ്മണൻ, മുൻ വാർഡ് കൗൺസിലറും CPI പ്രവർത്തകനുമായിട്ടുള്ള ലക്ഷ്മണനാണ് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചത്. റിയാസ് KMR ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിയാസ്, ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഒരു കുടുംബമാണ് അപകട ഭീഷണിയിൽ, ഒരു വീടാണ് അപകട ഭീഷണിയിലുള്ളത്. കുടുംബം ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ. അതിന് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നേരിട്ട് ബാധിക്കുക ഒരു വീട്ടുകാരെയാണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുക മറ്റ് 3-4 പ്രദേശങ്ങളെയാണ്.
അതായത് ഒന്ന് തൊട്ട് താഴെ തന്നെ ഒരു ഭാഗത്ത് കണികുന്ന് പ്രദേശം വരുന്നു. അവിടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അതിന്റെ നേരെ എതിർവശത്താണ് മാന്തംകുണ്ട് എന്ന പ്രദേശം. അവിടെ വാർഡ് കൗൺസിലറായിരുന്നു അല്പം മുൻപ് സംസാരിച്ച സി ലക്ഷ്മണൻ. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം അടക്കം ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളിൽ പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിന്റെ തൊട്ടപ്പുറത്താണ് കീഴാറ്റൂർ എന്ന് പറയുന്നത്. നമുക്കറിയാം കീഴാറ്റൂര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ദേശീയപാതയ്ക്കെതിരായ സമരത്തിന്റെ പേരിൽ, വയൽക്കിളി സമരത്തിന്റെ പേരിലാണ്. ഈ വയൽ നികത്തി റോഡ് പണിത് കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാകും എന്ന പേരിൽ സമരം നടത്തിയ ഒരിടം കൂടിയാണ് കീഴാറ്റൂർ. ആ കീഴാറ്റൂരിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാകുന്നത്. മണ്ണ് തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, മണ്ണിടിഞ്ഞ് കുന്നിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ഈ ആകെ പട്ടുവം ഭാഗത്തേക്ക് പോകാനുണ്ടായിരുന്ന പട്ടുവം പഞ്ചായത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളുണ്ട്. ആ പട്ടുവം പഞ്ചായത്തിലേക്ക് തളിപ്പറമ്പിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു പാതയാണ് ഇത്. ഇല്ലെങ്കിൽ തിരിഞ്ഞ് നേരെ വളഞ്ഞ് 4-5 കിലോമീറ്റർ വളഞ്ഞ് മറ്റൊരു വഴിയിലൂടെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ബസ് റൂട്ടാണിത്. മാത്രമല്ല പട്ടുവം എന്ന് പറയുന്നത് കണ്ണൂരിന്റെ ഒരു കാർഷിക കലവറ കൂടിയാണ്. ആ കാർഷിക കലവറയിൽ പ്രകൃതി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മണ്ണ്, ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒരു വലിയ വയലിന്റെ നടുവിൽ ഒരു കുളം പണിതിട്ട് അവിടേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇത്. ആ മേഖലയിലെ ജനങ്ങൾക്കാണ് ഇപ്പോൾ സഞ്ചരിക്കാൻ പോലും പറ്റാതെ, ഒരു 10-25 പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് സഞ്ചാരം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഈ മണ്ണിടിച്ചിൽ തുടരുന്നത്. ഇവിടെ ഈ ഗതാഗതം നിരോധിക്കേണ്ടി വന്നിരിക്കുന്നു, നിയന്ത്രിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ മണ്ണിടിച്ചിലിന്റെ പ്രത്യാഘാതം വർദ്ധിക്കുകയാണെങ്കിൽ മറ്റൊരു വയനാടായി മാറും എന്നുള്ള ആശങ്ക ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. അത് തൊട്ടപ്പുറത്താണ് കുപ്പം, ചുടലയിലെ ദേശീയപാതയിലെ മണ്ണിടിച്ചൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ഇങ്ങനെ ഈ ദേശീയപാതയുടെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണം കാരണം നേരത്തെ സി ലക്ഷ്മണൻ പറഞ്ഞു, അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി, 90 ഡിഗ്രി ലെവലിലാണ് ഇതിന്റെ നിർമ്മാണം, ഈ മണ്ണെടുക്കൽ നടന്നിരിക്കുന്നത്. അതായത് കുത്തനെ മണ്ണെടുത്തു കഴിഞ്ഞാൽ എവിടെയായാലും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും വിവരമില്ലാത്തവരായി, അങ്ങനെ ഒരു കഴിവ് കെട്ടവരായി നമ്മുടെ ഉദ്യോഗസ്ഥർ മാറിപ്പോയോ എന്ന ചോദ്യം അവിടുത്തെ പൊതുജനങ്ങൾ തന്നെ ചോദിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരോട് ഇത് പറയുമ്പോൾ അവർ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഒരു ശാശ്വതമായ ഒരു പരിഹാര നിർദ്ദേശം പോലും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതിന് ലക്ഷ്മണൻ അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റ് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ലിസമ്മ ശ്രീധരന്റെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ വീടുകൾ, അതായത് ഈ ദേശീയപാതയുടെ മണ്ണെടുത്ത പ്രദേശത്തോട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടിപ്പുറത്ത് അപകടാവസ്ഥയിലുള്ള വീടുകളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. അതിനുശേഷം ആ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകിയാൽ അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് പുനരധിവസിച്ച് സ്വയം മാറിക്കോളും എന്നുള്ളതാണ്. അവർ മറ്റിടങ്ങളിലേക്ക് പോയിക്കോളും എന്നുള്ളതാണ് വീട്ടുകാരും വ്യക്തമാകുന്നത്. നേരെ മറിച്ച് ഏത് സമയത്തും അവരുടെ ജീവിതത്തിൽ അവർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീടാണ്. ഒരുപാട് വർഷങ്ങളുടെ അധ്വാനം അതിന് പിന്നിലുണ്ടാകും, ഒരുപാട് പണം അതിന് ചെലവഴിച്ചിട്ടുണ്ടാകും, വായ്പകൾ എടുത്തിട്ടുണ്ടാകും. അതും ഒരുപക്ഷെ ഇപ്പോഴും വീട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്, സാധാരണക്കാരാണ്. അവരൊക്കെ സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ആകെയുള്ള വീടും സ്ഥലവും നഷ്ടപ്പെടുന്നതോടുകൂടി തീർത്തും നിരാലംബരായി തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ പ്രദേശത്തെ ലിസമ്മയുടെ കുടുംബമായാലും അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ ആയാലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ നേരെ കുത്തി ഒഴുകി വരുന്നത് മാന്തൻകുണ്ടിലേക്കും കീഴാറ്റൂരിലേക്കും ഒരു ഭാഗത്തേക്കും, നേരെ തിരിച്ച് ഇപ്പുറത്ത് കണികുന്നിലേക്കും ഒപ്പം തന്നെ ചാലത്തൂർ പോലുള്ള അല്ലെങ്കിൽ കുപ്പം പോലുള്ള ഭാഗത്തേക്കുമാണ് ഈ മണ്ണ് ഇടിഞ്ഞ് ഒഴുകി വരിക എന്നുള്ളത് ആർക്കും, ഒരു പ്രകൃതിയെക്കുറിച്ച് അറിയുന്ന സാമാന്യ വിവരമുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു വസ്തുതയാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണം. അല്പം കഴിഞ്ഞ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി കേരള വിഷൻ ന്യൂസ് ഇക്കാര്യം പെടുത്തും എന്നുകൂടി അവിടുത്തെ ജനങ്ങൾ, ഈ വാർത്ത കാണുന്ന ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായൊരു പരിഹാരം വേണം. മാത്രമല്ല ഇത് മുൻ മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിലാണ്, അദ്ദേഹമാണ് അവിടുത്തെ MLA, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പരിഹാരം, ഇടപെടൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ
പ്രതീക്ഷ നമുക്കുണ്ട്. അത് കൃത്യമായി ഉണ്ടാകട്ടെ. നേരത്തെ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായിയുമായി ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിരന്തരം ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഈ ദേശീയപാത അതോറിറ്റി അധികൃതരെ കൃത്യമായി അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതരോ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം അവർ വ്യക്തിപരമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ നമുക്ക് ടെലിഫോൺ ലൈനിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരോട് കാര്യങ്ങൾ അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം ഒരു അപകട ഭീതിയാണ് ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ നേരിടുന്നത്. അതിര ശരി, റിയാസ് കണ്ണൂർ. തളിപ്പറമ്പ് പട്ടുവൻ റോഡിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ തുടരുന്നു. തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് സംഭവം. ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച ഭാഗത്തുള്ള ഏക വീടിപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഇതോടെ വീട്ടുകാർ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുളിമ്പറമ്പിലെ ലിസമ്മ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീതി നേരിടുന്നത്. ഇപ്പോഴും അവിടെ മണ്ണിടിച്ച് രൂക്ഷമായി തുടരുകയാണ്. പ്രദേശവാസികൾ ഭീതിയിലാണ്. ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലും ആശങ്ക വർദ്ധിക്കുകയാണ്. മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളടക്കം അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം. പരിഹാരമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം.